തൃശൂർ പുറനാട്ടുകരയിൽ ക്യാറ്റ്സ് എന്ന വള്ളിച്ചെടി പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ആരെയും ആകർഷിക്കും. പൂത്തുലഞ്ഞ അലങ്കാരച്ചെടി പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ നയനാനന്ദകരമായ കാഴ്ചയാവുകയാണ്. ആശ്രമത്തിലെ സ്വാമിജിമാരുടെ മുറികളുള്ള കെട്ടിടത്തോട് ചേർന്ന് 8 വർഷം മുൻപാണ് ക്യാറ്റ്സ് ക്ലോ എന്ന ചെടി നട്ടത്. ഇപ്പോൾ ചെടി 2 നില കെട്ടിടമാകെ പടർന്നു കയറി മുകളിലെ ഡ്രസ് വർക്ക് ചേർന്ന മേൽക്കൂരയിലേക്കും എത്തിക്കഴിഞ്ഞു. ഏകദേശം 35 അടിയോളം ഉയരത്തിൽ പടർന്ന് 60 അടിയിലധികം നീളത്തിൽ മഞ്ഞപ്പൂക്കളുടെ സൗന്ദര്യവും സൗരഭ്യവും പടർന്നു നിൽക്കുകയാണ് ക്യാറ്റ്സ് ക്ലോ. 8 വർഷങ്ങൾക്ക് മുൻപ് ശ്രീരാമകൃഷ്ണ ആശ്രമം പ്രസിഡന്റായ സ്വാമി സദ്ഭവനാനന്ദിയാണ് ചെടി നട്ടത്. നടുമ്പം കുറച്ച് ചാണകപ്പൊടിയും വളമൊക്കെ ഇട്ടിരുന്നു. പിന്നീട് സ്ഥിരം അതിന് കൂടുതൽ വെള്ളമാണ് ഒഴിക്കാറ്. സാധാരണ ഇത് മാർച്ച് ഒരു പകുതി അവസാനമാകുമ്പോൾ ഇത് മൊത്തം പൂവുണ്ടാവുക. മറ്റുള്ള സമയത്ത് നല്ല പച്ചിലകൾ നിറഞ്ഞ് നടക്കുന്ന ഇലകൾ കാണാൻ സാധിക്കും. ഇത് മറ്റുള്ള സമയങ്ങൾക്ക് ഇടക്ക് പൂക്കൾ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇത് ആഫ്രിക്കൻ അമേരിക്കൻ വനാന്തരങ്ങളിലെ ഒരു ക്രീപ്പർ വള്ളിച്ചെടിയാണ്. പക്ഷെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. നിറയെ തേനീച്ചകളും വണ്ടുകളും തേൻ കുടിക്കാനെത്തുന്ന കാഴ്ച ഏറെ മനോഹരമാണ്. 100 കണക്കിന് തേനീച്ചകൾ എത്തുന്നുണ്ടെങ്കിലും ഇതുവരെ തേനീച്ചകൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. മാത്രമല്ല വരാന്തയോട് ചേർന്ന് തൂണുകളിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന ചെടികൾക്കിടയിൽ ഇതുവരെ ഇഴജന്തുക്കളൊന്നും വന്നിട്ടില്ലെന്നും സ്വാമിജി പറഞ്ഞു. ധാരാളം തേനീച്ചകൾ ഈ സമയത്ത് ഇത് പൂക്കുന്ന സമയത്ത് ധാരാളം തേനീച്ചകൾ വരും, വണ്ടുകൾ വരും, ചെറിയ പലതരത്തിലുള്ള തേനീച്ചകൾ, ചെറുതും വലുതായിട്ടൊക്കെ തേനീച്ചകൾ വരും, ശലഭങ്ങളും ചിലപ്പോൾ വരും. ഇതില് മറ്റെല്ലാ തരത്തിലുള്ള ഇഴജീവികളൊന്നും ഞാൻ 8 വർഷമായി യാതൊരു തരത്തിലെ ഇഴജീവികളോ ഒന്നും കണ്ടില്ല, പാമ്പുകളൊന്നും കണ്ടില്ല. കാരണം ഇതിൽ പറ്റിപ്പിടിച്ച് കയറുന്ന ഈ പൂച്ചയുടെ നഖം പോലെ ചെറിയൊരു മുള്ളിന്റെ ഒരു ഇതിലൂടെ പാമ്പുകളൊന്നും വരാറില്ല. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കണിക്കുന്ന പൂവിന്റെ നിറമാണ് ഈ പൂക്കൾക്കും. മുല്ലയുടെയും ചെമ്പകത്തിന്റെയും ഗന്ധത്തോട് സാദൃശ്യമുള്ളൊരു ഗന്ധം പരിസരമാകെ പരന്നൊഴുകുന്നുണ്ട്. ചെടികൾക്കിടയിൽ തൊപ്പിക്കിളികൾ കൂടുകൂട്ടി മുട്ടയിടുന്നതും പതിവാണ്. പൊതുവെ പ്രകൃതിയോട് ഇണങ്ങിക്കഴിയുന്ന ആശ്രമത്തിലെ സ്വാമിജിമാരുടെ സൗഹൃദത്തിലാണ് ഓരോ ജീവജാലങ്ങളും എന്ന് തോന്നും. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാറ്റ്സ് ക്ലോ ചെടി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ അപൂർവ കാഴ്ച കാണാൻ പലരും ആശ്രമത്തിലെത്തുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.